ഹായ് നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അഞ്ചൽ മേഖലയിലെ ഏറ്റവും വലിയൊരു ടർഫിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും ഒരു കൊച്ചു മിടുക്കനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. 1.5 ഏക്കറിൽ 30,000 സ്ക്വയർ ഫീറ്റാണ് ഈ ടർഫിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിക്കറ്റിനോടും ഫുട്ബോളിനോടും ഒക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രഗത്ഭരായ മികച്ച കോച്ചുകളുടെ അണ്ടറിൽ പരിശീലനം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഇവിടെ ഈ ക്രിക്കറ്റ് പരിശീലനത്തിന് എന്താ വന്നതാണെന്ന്. പക്ഷേ അതല്ല, നമ്മൾ വന്ന കാര്യം ഇതൊന്നുമല്ല. ഇപ്പോൾ ഈ ഗ്രൗണ്ട് കണ്ടതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി വാഗ്ദാനമായ ഒരു താരം അഞ്ചലിൻ്റെ മണ്ണിൽ പിറവിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും തടിക്കാട് സ്വദേശിയുമായ ഒരു കൊച്ചുമിടുക്കനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹായ് നമസ്കാരം, വിഷ്ണു മലയാട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും നമ്മൾ നിരവധി വാർത്തകൾ ചെയ്യാറുണ്ട്, നിരവധി കലാകാരന്മാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്ളോഗിങ്, ഫുഡിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രാവലിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു മേഖലയിലേക്കുള്ള ഒരു എൻട്രിയാണ് നമ്മൾ. അപ്പോൾ ഈ കഴിഞ്ഞ 2024-25 വിജയ് മർച്ചൻ്റ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചവരിൽ അത് 3 പേരാണ് കാഴ്ചവെച്ചത്. അതിൽ നിന്ന് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി NCAയിലേക്ക് സെലക്ഷൻ കിട്ടിയ അബ്ദുൽ ബാസിദാണ് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അബ്ദുൽ ബാസ് തന്നെ നേരിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ അബ്ദുൽ ബാസിദ്. എവിടെയാ സ്ഥലം? എവിടെയാ കറക്റ്റ്? തടിക്കാട്. തടിക്കാടാ. ഇപ്പോൾ ഈ ക്രിക്കറ്റ് ക്രേസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു 4 വർഷം. 4 വർഷമായതേ ഉള്ളൂ. 4 വർഷം കൊണ്ട് എന്തൊക്കെ നമ്മൾ കീഴടക്കി, എന്തൊക്കെ കൈയടക്കി വെച്ചേക്കാണ്? 2 ട്രിപ്പ് സ്റ്റഡി കളിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ മാച്ചസ് കളിക്കാൻ പറ്റി, കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ KCLന് നെറ്റ് ബോളറായിട്ട് പോയായിരുന്നു. ഏരിയസ് കൊല്ലം സൈലേഴ്സിനുണ്ട്. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നവന്? ഞാൻ ഇപ്പോൾ 10ൽ. 10ൽ ഏത് സ്കൂളാണ്? അഞ്ചൽ വെസ്റ്റ്. അഞ്ചൽ വെസ്റ്റിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ 4 വർഷം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മേഖലയിലേക്ക് നമ്മളിങ്ങനെ ചൂട് വെച്ചിരിക്കുന്നത്. ഈ ശരിക്കും ഇത് പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെയൊക്കെ ചെറുതിലും ഈ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരുപാട് പേര് നമുക്കറിയാം. ഒരു ക്രിക്കറ്റ് കളിച്ച് വളർന്നു വന്നവർ ഒരു 10-45 വയസ്സ് അവർ ഇപ്പോഴും കളിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങും എത്തപ്പെടാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ ജീവിത പ്രാപ്തമായിട്ട് പോയിട്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ? നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഉമ്മ, പിന്നെ മാമ, എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. വീട്ടിൽ വാപ്പയായാലും ഒക്കെ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട്. അതല്ലേ, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് പ്രേമികളുടെ ഒരുപാട് പേരുടെ വികാരമുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പോഴും അപ്പോൾ ഈ രാത്രി 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും ഒക്കെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്ന് ഇത് കാണാറുണ്ട്. ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വന്നിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് പേരാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള ഒരു ഭാവി വാഗ്ദാനമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്പോർട്സ് മേഖലയാണെങ്കിലും മറ്റെന്ത് മേഖലയാണെങ്കിലും നമുക്ക് സജീവമായിട്ട് അതിനെ വളർന്നു വരാൻ പറ്റുള്ളൂ. അല്ലയോ? എത്ര പേരായിരുന്നു മൊത്തത്തിൽ പങ്കെടുത്തത്? ഇവിടുന്ന് 17 പേരുണ്ടായിരുന്നു. നമ്മുടെ കേരള ടീം 17 പേരുണ്ടായിരുന്നു. അതിപ്പോൾ 3 പേർക്ക് ഇനിഷ്യേറ്റിട്ടുണ്ട് സെലക്ഷൻ കിട്ടിയത്. അതൊരാളാണ് നമ്മൾ, ഇല്ലയോ? അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാം എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ? ഇനി അവിടെ ക്യാമ്പുണ്ട്, ഒരു മാസത്തോളം ക്യാമ്പുണ്ട്. എവിടെയായിരിക്കും അത്? അതെനിക്ക് പൂനെയിലാണ്. ഞാൻ സംഭവം അറിഞ്ഞിട്ട് ഇടയ്ക്ക് നിങ്ങളുടെ മാമയെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഇല്ലായിരുന്നു. അത് എവിടെയായിരുന്നു? അതെനിക്ക് ലക്നൌവിലൊക്കെ ആയിരുന്നു, ഹിമാചൽ. അപ്പോൾ ഇവിടെ നിൽക്കാൻ സമയം കിട്ടാറില്ലല്ലോ? വല്ലപ്പോഴും വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതിയോ? എക്സാം എഴുതി. സ്കൂളിൽ നിന്ന് എങ്ങനെ സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. എല്ലാ ദിവസവും പ്രാക്ടീസിനോടും നല്ല സപ്പോർട്ട്. എന്നിട്ട് എന്തായാലും ഈ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും കാണുമല്ലോ? കോച്ചായിട്ടൊക്കെ ആളില്ലേ? പുള്ളി എവിടെ? ക്യാമ്പ് എടുത്തോണ്ടിരിക്കുക. ഇപ്പം നിലവിൽ ഇവിടെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ ഇവിടെ നിലവിൽ? ഇവിടെ വിഷ്ണു ചേട്ടനുണ്ട്, പിന്നെ മഹേഷ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള സപ്പോർട്ട് കൊടുക്കുന്ന കോച്ച് നമ്മുടെ കൂടെ ചെറിയാണ്. NCA കിട്ടിയിട്ടുണ്ട്, ഫിക്സിങ് കളിച്ച്. അവന് ഇപ്പോൾ ബോളിംഗ് ആയിട്ട് മാത്രമായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ബോളിംഗ് മാത്രമല്ല, ബാറ്റിങ്ങിലും അത്യാവശ്യം നന്നായിട്ട് ടാലൻ്റ് ഉള്ള പയ്യനാണ്. നല്ലൊരു ഓൾറൗണ്ടറാണ്. ഇപ്പോൾ നമ്മളിവിടെ അക്കാഡമി തുടങ്ങിയിട്ട് 1 വർഷമായി. ആ 1 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നല്ല ഹാർഡ് വർക്കറാണ്. 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ജിമ്മിന് പോയി അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകുന്ന ഒരു പയ്യനാണ്. അതെ. അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞാലും കറക്റ്റ് ടൈമിൽ പ്രാക്ടീസ് ടൈമിന് ഉണ്ടാവാറുണ്ട്. കൃത്യമായ എല്ലാ ദിവസവും പ്രാക്ടീസിന് എത്തുന്ന ഒരു പയ്യനാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഒരു ഭാവി വാഗ്ദാനം തന്നെയാണെന്ന് പറയാം. അതിനുള്ള തെളിവല്ലേ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്ര ഈ ഒരു 4 വർഷം കൊണ്ട് ഇത്രയും മേഖലയിൽ എത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇതേപോലെയുള്ള പ്രദേശത്ത് നിന്ന് എത്തിപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കൂടുതലും ഈ എറണാകുളം ട്രിവാൻഡ്രം ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള അല്ലേ, ആ ഒരു തീർച്ചയായിട്ടുള്ള ടീമിൽ ഫാമിലിയുള്ള ടീമുകളാണ് കൂടുതലും പോകുന്നത്. ഈ പിന്നെ ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പൈസ ഭയങ്കര ഘടകമല്ലേ ഇതിനകത്ത്?
പൈസ ഒരു ഘടകത്തിന്റെ അല്ല, അത് അവർക്ക് ടൈം കണ്ടെത്തി അവര് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിലുള്ളവരാണ് കാര്യം. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തും ഇപ്പൊ ഇതുപോലുള്ള അക്കാഡമീസ് തുടങ്ങുമ്പോൾ ഒരുപാട് ചാൻസസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ നല്ല നല്ല കോച്ചിന്റെ കീഴിലാവും ചെയ്യുന്നത്. സുല്ലേട്ടൻ ചെയ്യിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്കും. പിന്നെ ഞാനും നോക്കാറുണ്ട്. ഇവിടെ നമുക്ക് എത്ര കുട്ടികൾ അല്ലാതെ വരുന്നുണ്ട് പ്രാക്ടീസിനായിട്ട്? ഒരു 20-22 പേരുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറവാണ്. ഇനിയിപ്പോൾ വെക്കേഷൻ ക്യാമ്പ് തുടങ്ങുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എത്തും. ഇവിടെ ഇപ്പോൾ 1 വർഷമായതുള്ള ടർഫ് സ്റ്റാർട്ട് ചെയ്തു. 1 വർഷമായിട്ടുണ്ടോ? നിലവിൽ ഏതിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാ? പിന്നെ ഏരിയസ് പട്ടോടിയിലാണ് കളിച്ചിരുന്നത്. എ ഡിവിഷൻ ലീഗ് കളിച്ചായിരുന്നു. ആഹാ. അവർ തന്നെയാണ് കൊല്ലം സെയിലേഴ്സ്, ഏരിയസ് കൊല്ലം സെയിലേഴ്സ്. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കൊല്ലത്താണ്. ഇവിടെ അവിടെ ഓഫ് ഡേയ്സ് ഉള്ളപ്പോൾ ഇവിടെ വരും. കൊല്ലത്ത് നേഴ്സ് ക്രിക്കറ്റ് ഫൗണ്ടേഷൻ. അവിടെ എനിക്ക് കുറേ കോച്ചസ് ഉണ്ട് അവിടെ ഉണ്ടല്ലേ? അനന്തു RS, പിന്നെ രാഹുൽ ശർമ്മ, പിന്നെ വിനിൽ TS, അങ്ങനെ എല്ലാ കോച്ചും അവിടെ ഉണ്ട്. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു അക്കാഡമി നേഴ്സ് ക്രിക്കറ്റ് ഫൗണ്ടേഷൻ തന്നെ ആണല്ലേ? അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഉണ്ട്. അപ്പം കുറേ പ്രാക്ടീസ് ചെയ്യാൻ അവിടെ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്രിക്കറ്ററുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാവി വാഗ്ദാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.